1 മാസം പഴക്കമുള്ള ഒരു മരണം. ശവദാഹമൊക്കെ നടത്തി, ശവദാഹമല്ല, കല്ലറയിൽ കുഴിച്ചിട്ടു. പക്ഷേ 1 മാസത്തിന് ശേഷം മകളുടെ മൊഴിപ്രകാരം അച്ഛനെ അറസ്റ്റ് ചെയ്തു. എന്ത് വിചിത്രമല്ലേ? അല്ല, വിചിത്രമായ കാര്യങ്ങളാണല്ലോ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ സംഭവിക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇത് ആദ്യത്തെ ആയിരിക്കത്തില്ല എന്താണേലും. കാരണം ഇതുപോലുള്ള സംഭവം എന്താണെന്നൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. പല കല്ലറകളും പൊളിക്കേണ്ടി വരുമായിരിക്കും. സ്വന്തം അച്ഛനെതിരെ മകള് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നടന്നൊരു സംഭവമാണ്. ഒരു മാസമായി ഒരു യുവതി മരിച്ചിട്ട്. മരണകാരണമാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഭർത്താവിൻ്റെ മർദ്ദനം. രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. 19 വയസ്സ് പ്രായമുള്ളൊരു മകളുണ്ട്. അപ്പോൾ ആ ഭർത്താവ് നിരന്തരമായി മദ്യപിച്ച് വന്ന ശേഷം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, ബഹളം ഉണ്ടാക്കുമായിരുന്നു. സ്വന്തം അമ്മയെ കൺമുന്നിൽ വെച്ച് മർദ്ദിക്കുന്നത് നിരവധി തവണ കാണാനിടയായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസത്തെ അതിക്രൂരമായ മർദ്ദനത്തിൽ വീടിന് മുകളിലെ സ്റ്റെയറിൽ നിന്ന് അമ്മ താഴേക്ക് വീഴുകയും അതിനെ തുടർന്ന് കോമ സ്റ്റേജിലടക്കം ആശുപത്രിയിൽ കുറച്ചധികം കാലം ചികിത്സയിൽ തുടരുകയൊക്കെ ചെയ്തു. എന്നാലും അവസാനം അവർ മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ 1 മാസത്തിന് ശേഷം ഈ പറയുന്ന പെൺകുട്ടി മകൾ വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മ കോമ സ്റ്റേജിലായിരുന്നുവെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് വരും, തന്നെ വിട്ടു പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന്. അതായത് സ്വന്തം അച്ഛനെതിരെ ഒരു മകൾ മൊഴി കൊടുക്കണമെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ ഒരുപാട് പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരുപാട് ആലോചനകളുടെ ഒരു ആവശ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ എടുത്ത സമയത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടി അത് ആ ഒരു എന്താ പറയുക, അവളുടെ ആ ഒരു സങ്കടത്തിൽ നിന്ന് അതിജീവിച്ച് അവളുടെ അമ്മ ഇന്ന് അവളുടെ കൂടെ ഇല്ലാത്തതിനെതിരെ ശബ്ദിക്കാൻ അവൾ തയ്യാറായി. എന്തായാലും ആ മരണം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടു. അവസാനം ഈ വെളിപ്പെടുത്തലിൻ്റെ പുറത്ത് ആ കല്ലറ തുറന്ന് പരിശോധന നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് തന്നെയല്ലേ ശാരിക ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഈ പ്രഥമ ദൃഷ്ടിയാൽ കുട്ടി പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ്. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള മുറിവുകളും ചതവുകളും ദേഹത്തുണ്ട്, ഇങ്ങനെയുള്ള പരിശോധന, അതെ, അതിനുശേഷം 100% സത്യമാണെന്ന് തെളിഞ്ഞാൽ കൊലപാതക കുറ്റമടക്കമുള്ള കാര്യങ്ങൾ സോണി എന്ന് പറയുന്ന അച്ഛനെതിരെ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പുള്ളിയെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 വയസ്സുള്ള ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് 1 മാസം മിണ്ടാതിരുന്നത്? അപ്പോൾ അത് പൗർണമി പറഞ്ഞ പോലെ തന്നെ എന്നാലും ഒരു 19 വയസ്സുകാരിക്ക് ചിന്തിക്കുക, ഇത്രയും അധികം പീഡനങ്ങൾ അവളുടെ അമ്മ സഹിച്ചിട്ട് അവൾ എന്തുകൊണ്ടാണ് ഇതിന് മുൻപ് ഇത് ആരോടും പറയാതിരുന്നത്? നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മരണം എത്തത്തില്ലായിരുന്നു. അതെ, അയൽവാസികളുടെ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇവരുടെ ശബ്ദങ്ങൾ, അതായത് കരച്ചിൽ കേൾക്കാറുണ്ട്. ഇയാൾ മദ്യപിച്ചു വരുന്ന ദിവസങ്ങളിൽ ഇവരെ അതിക്രൂരമായ രീതിയിൽ തന്നെ ആക്രമിക്കാറുണ്ടെന്നുള്ളൊരു തെളിവുകൾ പുറത്തുനിന്ന്, അതായത് അയൽവാസികളിൽ നിന്ന് പോലീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹീനമായ കൃത്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒരു ന്യൂ ജനറേഷന്റെ സിമ്പിളായിട്ടുള്ള ഈ 19 എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ആണല്ലോ, എന്തുകൊണ്ട് ഒരു അറ്റ്ലീസ്റ്റ് അവൾക്ക് സോഷ്യൽ മീഡിയ ലൈവ് ഇടുകയോ വേണ്ട അത് വേണ്ട, അവരുടെ പ്രൈവസിയാണ്, സൈബർ പോലീസിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയോ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട്? ഒരു പക്ഷേ അവളുടെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ഒരു പക്ഷെ എല്ലാവരാലും തന്നെയാണ്. അവളുടെ മൗനം ആ അമ്മയുടെ മരണത്തിലേക്ക് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ആ സ്ത്രീ അവരുടെ മകൾക്ക് വേണ്ടിയായിരുന്നിരിക്കും ഇത്രയും കാലം പീഡനങ്ങൾ സഹിച്ചിരുന്നത്. അവസാനം അയാളുടെ ആ ക്രൂരതയുടെ ആ നാർസിസത്തിന്റെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ആ മദ്യലഹരിയിൽ നിന്ന് മാത്രമേ എന്നെ പറയാൻ പറ്റുമോ? കാരണം ഞാൻ ഇന്നും അന്നും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ, എത്ര മദ്യപാനം കുടിച്ച് കുമ്മാട്ടി അടിച്ച് നൽകുന്ന ഒരു മദ്യപാനിയും പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് പോലീസിനെ അടിക്കോ? ഇല്ല. അവൻ അടിക്കുന്ന കൈപൊക്കുന്ന ആരുടെ നേരെയാണ്? ഒന്നെങ്കിൽ ഭാര്യയുടെ നേരെ, ഇപ്പോൾ അമ്മമാരുടെ നേരെയും ഇടയ്ക്കൊക്കെ ഉണ്ട്, എന്നാലും ഭാര്യയുടെ നേരെയാണ്. നാട്ടുകാരെ തല്ലുന്നവരും ഉണ്ട്, ഇല്ലെന്ന് മുഴുക്കുടിയന്മാർ നാട്ടുകാരുടെ നെഞ്ചത്തോട്ടും കയറാണ്. പക്ഷേ എത്ര മുഴുക്കുടിയനാന്ന് പറഞ്ഞാലും ശരി, ഒരു കാലത്തും ഈ പറയപ്പെടുന്ന കള്ളുകൂടിയന്മാർ ഒരു പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിക്കുകയോ ഒരു SIയെ തല്ലിയോ ഒരു DGP ആക്രമിക്കുകയോ ബോംബെറിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ മദ്യപാനിയായ ഈ വ്യക്തി സ്വന്തം ഭാര്യയെ മർദ്ദിച്ച് അവശയാക്കി താഴെ ഇട്ട് അടിച്ചു കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പായിട്ടും മർദ്ദനത്തിന്റെ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ട്? അസ്വാഭാവിക മരണത്തിനായിരുന്നു ഇവരുടെ മരണത്തിൽ പോലീസ് കേസ് എടുത്തിരുന്നത്. അന്ന് ആരും പരാതികളൊന്നും കൊടുക്കായിരുന്നുകൊണ്ട് തന്നെ എനിക്കൊന്നും പോസ്റ്റ്മോർട്ടം ഒന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ സ്റ്റെയറിൽ നിന്ന് വീണ് പരിക്കേറ്റു, കോമയിലായിരുന്നല്ലോ. അങ്ങനെയുള്ള കേസുകളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇല്ലാതെ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുക. അപ്പോൾ അതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കല്ലറ പൊളിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളിലേക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയാണ് അദ്ദേഹം നേരിട്ട്, ആലപ്പുഴ കളക്ടർ നേരിട്ടാണ് ചേർത്തലയ്ക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇയാളേക്ക് എന്ത് വിളിക്കും? 19 വയസ്സുള്ള ആളെന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും അല്ലെ? മദ്യപിച്ച് സ്വന്തം ഭാര്യയെ തല്ലാനുള്ള എന്ത് വൈരാഗ്യമാണ് അയാൾക്ക് ഉള്ളതെന്ന് അയാൾ ഉറപ്പായിട്ടും പോലീസിനോട് പറഞ്ഞേ മതിയാവും. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇവർ പ്രണയ വിവാഹമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം, അതായത്
അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചത്. ഒരു പക്ഷേ കുടുംബങ്ങളുടെ സമ്മതമോടെയോ അല്ലെങ്കിൽ സമ്മതമില്ലാതെയോ ആയിരിക്കാം വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. ഇനി ബന്ധുക്കളുടെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രണയവിവാഹമായിരുന്നല്ലോ. അതെ, ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ നിവർത്തികേട് കൊണ്ട് ഒരു പക്ഷേ അവർ തുടർന്ന് പോയതാവാം. പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത്രയെല്ലാം ഡെവലപ്മെന്റ് ഉണ്ടായിട്ടും ഒരു കുഞ്ഞുണ്ടായതിന്റെ പേരിൽ അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എല്ലാവരെയും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. മേ ബി ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഉപദ്രവിക്കലുകളെല്ലാം ഇതിനു മുൻപും അല്ലെങ്കിൽ തുടർക്കഥയായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നതാകാം. പക്ഷേ മകൾക്ക് 19 വയസ്സ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള വിവരവും ബോധവും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഇപ്പം അമ്മയുടെ ഭാഗത്താണോ അച്ഛൻ്റെ ഭാഗത്താണോ തെറ്റെന്നുള്ളത് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ അവരുടെ കൂടെ നിൽക്കുന്ന മക്കൾക്ക് സാധിക്കും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് കുറച്ചുകൂടെ വിവേകവും ബുദ്ധിയും ഒക്കെയുള്ള കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ അവർക്കാണ് അത് കൂടുതൽ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾ മുൻകൈ എടുത്ത് ഇതിനൊരു മുന്നോട്ടൊരു സ്റ്റെപ്പ്, അതായത് ഇത് തടയാൻ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അച്ഛനെ ആരെയാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അവരോട് രക്ഷപ്പെടാൻ പറയുക അല്ലെങ്കിൽ മാറി താമസിക്കുക അല്ലെ, അങ്ങനെയുള്ള നടപടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്, അല്ലേ ശാരിക? അതെ, കാരണം ഈ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും നല്ലതായിട്ട് ഭവിക്കുകയില്ല. കാരണം അച്ഛൻ മദ്യപിച്ചു വരുന്നു, അമ്മ കാമുകനെ കൊണ്ട് ഭർത്താവിനെ കൊല്ലിക്കുന്നു, അച്ഛനെ കൊല്ലിക്കുന്നു, ആ ഒരു സമൂഹത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോഴുണ്ട്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടി വേറെ ആരെയും നോക്കണ്ട, അവളുടെ ജീവിതം അവൾക്കാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അവൾക്ക് നഷ്ടം ഉണ്ടായിട്ടോ, ആ നഷ്ടം സഹിക്കാൻ പറ്റാതെയാണ് അവൾ അമ്മയുടെ മരണത്തെക്കുറിച്ച് ലോകത്തോട് പറയാൻ തീരുമാനിച്ചത്. ആ ധൈര്യം അവൾ കാണിച്ചു. ഈ ധൈര്യം അവളൊരു വർഷം മുമ്പ്, വേണ്ട 1-2, അമ്മ കോമയിലാകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് ഒരു പേടി ഉണ്ടാകുമായിരുന്നു. ഒരു അച്ഛനെന്ന ഒരു നരാധം, അച്ഛനെന്ന ഒരു തുകൽക്കുപ്പായം ഇട്ടതുകൊണ്ട് അയാളുടെ ഉള്ളിലെ ചെന്നായ വെളിയിൽ വരാതിരിക്കുക. ആ ചെന്നായായിരുന്നു ഭർത്താവ് എന്ന അയാൾ ഒരു ചെന്നായായിരുന്നു, അല്ലെങ്കിൽ അയാൾ നരാധമനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെ സ്വന്തം ഭാര്യ എന്നതിനപ്പുറം സ്വന്തം മകളുടെ അമ്മ എന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ കൊന്നുകളഞ്ഞത്, മർദ്ദിച്ചു കൊന്നുകളഞ്ഞത്. സോ അയാൾക്ക് കൃത്യമായ ശിക്ഷ, ഇങ്ങനെയുള്ള നരാധമന്മാർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മക്കൾ തന്നെ ഇനി മുൻകൈയിട്ട് ഇറങ്ങുക. മക്കളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, ആരെയാണ് നമുക്കിപ്പോൾ ന്യായീകരിക്കേണ്ടതെന്ന് അറിയത്തില്ല. മക്കൾ അച്ഛനെയും അമ്മയും കൊല്ലുന്ന കാലമാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ മക്കളും അങ്ങനെയല്ല. കുറച്ച് മക്കൾ അങ്ങനെ ഉണ്ട് എന്നില്ല എന്നല്ല, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. അമ്മമാരെയും അച്ഛന്മാരെയും സ്നേഹിക്കുന്ന മക്കളുണ്ട്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ചെയ്യേണ്ടത് മക്കൾക്ക് ഇതുപോലുള്ള, എല്ലാവരോടും നമ്മൾ പറയാറില്ലേ നിങ്ങളുടെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ സ്വന്തം മാതാപിതാക്കൾ നേരിടേണ്ടി വന്നാൽ ഉറപ്പായിട്ടും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക, അതിന് കൃത്യമായ നടപടികൾ അവർ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവൻ നിങ്ങൾക്ക് തന്നെ രക്ഷിക്കാൻ സാധിക്കും.